Good evening. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിന്റെ നമ്മൾ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് കവർ ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, വലിയ ഡിഫിക്കൽട്ട് ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്കൊന്ന് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ, അല്ല ഒന്ന് നിങ്ങൾ ക്ലാസ് ഫുള്ളൊന്ന് കണ്ടിട്ട് വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്നൊരു 50 ക്വസ്റ്റ്യൻസ് 50 to 52 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചാറ്റിൽ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ്, ചിലത് നിങ്ങൾ ഇതുവരെ നമ്മൾ കാണാത്ത 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഞാൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ അതിന്റെ ചെറുതായിട്ട് അതിന്റെ ഒരു തിയറി, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതും കൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the self-cleansing velocity or self-cleaning velocity recommended for Indian condition in order to prevent settling down of sewage at the bottom or on the side of a large sewer. ഇത്ര സെന്റൻസ് ഒക്കെ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ആണ് ഇന്ത്യൻ കണ്ടീഷനിൽ യൂസ് ചെയ്ത സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അത് ജനറൽ ആയിട്ടാണ് ഒരു വാല്യൂ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മിനിമം മാക്സിമം എന്നൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് ഇന്ത്യൻ കണ്ടീഷനിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ആണ് ഓപ്ഷൻ 0.25 meter per second, 0.5 meter per second, 0.75 meter per second and 1.5 meter per second. ഓക്കെ, ആൻസർ എല്ലാവരും പറയുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ് 0.75 meter per second. ഇൻ കേസ് 0.75 വരെ ചിലപ്പോൾ 0.8 തരും. 0.8 തന്നാലും നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ്. പിന്നെ ഏറ്റവും എന്താ 0.8 ഒന്നും കൊടുക്കാൻ പറ്റാത്ത കേസ് നമ്മൾ ഏറ്റവും മിനിമത്തിൽ ചില കേസിൽ പറയുന്ന 0.4 കൊടുക്കും. പക്ഷെ ഇവിടെ ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 0.75. ഓക്കെ, ഈ ഇതുപോലുള്ള സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് തിയറി പഠിച്ചെങ്കിൽ അത്ര ടഫ് ആയിട്ടല്ല ക്വസ്റ്റ്യനിലോട്ട് പോയേക്കുന്നത്. Okay, second type നോക്കിയേ. The method in which different types of refuse are collected, carried and disposed of separately. ഇത് ജസ്റ്റ് നിങ്ങളൊരു ലോജിക്ക് വെച്ച് നിങ്ങളൊന്ന് ഓപ്ഷൻ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. The method in which different type of refuse are collected, carried. അപ്പൊ നമ്മള് എന്ന് വെച്ചാൽ സപ്പോസ് പേപ്പർ ഒരിടത്ത് റിഫ്യൂസസ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മെറ്റീരിയൽ ആണ്. അപ്പൊ നമ്മളുടെ വെജിറ്റബിൾസ് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ പേപ്പേഴ്സ് ഡ്രൈ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യിക്കുന്ന മെത്തേഡ്. അതിന്റെ ഫസ്റ്റ് വൺ കൺസർവൻസി മെത്തേഡ് ആൻഡ് ഡ്രൈ മെത്തേഡ്, വാട്ടർ കാരേജ് മെത്തേഡ് ആൻഡ് ലാസ്റ്റ് വൺ എയ്തർ എ ഓർ ബി. ഇത് നിങ്ങൾക്ക് ഓപ്ഷൻസ് കുറെ വേണം, നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ടർ കാരേജ് മെത്തേഡ് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കളയാൻ പറ്റത്തില്ല. നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് സീവറിലോട്ട് കൊണ്ട് പാസ് ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്നതാണ് വാട്ടർ കാരേജ് മെത്തേഡ്. സോ നമുക്കിത് മാറ്റാം. ദെൻ ബാക്കിയുള്ളത് കൺസർവൻസി മെത്തേഡ് ആൻഡ് ഡ്രൈ മെത്തേഡ്. ഈ കൺസർവൻസി മെത്തേഡും ഡ്രൈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കളക്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്യിക്കുന്ന രണ്ട് മെത്തേഡാണ്. ഒന്ന് കൺസർവൻസി മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഡ്രൈ മെത്തേഡ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, എയ്തർ എ ഓർ ബി. ഇതിനകത്ത് സിവിലുകാർ ഇതൊക്കെ ഒരുപാട് കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ കെമിക്കലുകാര് ഒത്തിരി യൂസ്ഡ് അല്ല. അപ്പൊ അവരൊന്നും കൂടെ ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, ഞാൻ എന്റെ ചെറിയൊരു നോട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കൺസർവൻസി മെത്തേഡ് എന്താന്ന്. ഇറ്റ് ഈസ് ഓൾഡ് സിസ്റ്റം ഇൻ വിച്ച് വേരിയസ് ടൈപ്പ് ഓഫ് വേസ്റ്റ് സച്ച് ആസ് നൈറ്റ് സോയിൽ, garbage etc are collected separately in a vessel or deposited in a pools or pits and then removed periodically at least once in 24 hours. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് നമ്മൾ പല പല സ്ഥലത്ത് കളക്ട് ചെയ്തിട്ട് 24 hours-നകത്ത് നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് കൺസർവൻസി മെത്തേഡ് എന്ന് പറയുന്നത്. ഡ്രൈ മെത്തേഡ് എന്ന് പറഞ്ഞാല് ഡ്രൈ വേസ്റ്റുകൾ സെപ്പറേറ്റ് കളക്ട് ചെയ്ത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ: which of the following statement is wrong? അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് വായിക്കുക. അതിനകത്ത് റോങ് ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ, the water carriage system is more hygienic. ഓക്കെ, more hygienic ആണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. There is no smell or sight nuisance in the case of water carriage system.
The sewer in the water carriage system being all underground do not impair the beauty of the place. ഇതെല്ലാം കറക്റ്റ് ആണ്. അണ്ടർഗ്രൗണ്ടിലാണ്, അത് ബ്യൂട്ടി ഒന്നും അഫക്ട് ചെയ്യത്തില്ല. വാട്ടർ ക്യാരേജ് സിസ്റ്റത്തിനകത്ത് വലിയതായിട്ട് സ്മെല്ല് വരത്തില്ല. കാര്യം അതിനകത്ത് 99% വാട്ടർ തന്നെയാണ്. സോ വലിയ സ്മെല്ല് അതിനകത്ത് വരുന്നില്ല. ലാസ്റ്റ് നോക്കി, the initial cost of construction of water carriage system is very low. അപ്പൊ എന്തായാലും ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാല് വളരെ കുറവായിരിക്കത്തില്ല. ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആയിരിക്കും. കാര്യം നമുക്ക് വലിയ സീവറും കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യണം. സോ ഏറ്റവും റോങ് ആണെന്ന് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. റോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, the water carriage system removes domestic sewage, industrial sewage, storm sewage and all of these. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, എളുപ്പമാണ്. ഡൊമസ്റ്റിക് സീവേജ്, വാട്ടർ ക്യാരേജ് സിസ്റ്റം ഡൊമസ്റ്റിക് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ആണെങ്കിലും സ്റ്റോം ആണെങ്കിലും എല്ലാം കൂടെ നമ്മൾ കളക്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്യിക്കുന്നതാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. Okay, fifth one, a combined system will be favorable when. A combined system ആണ്. കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാല് രണ്ട് വേസ്റ്റ് വാട്ടർ ആണെങ്കിലും നമ്മളുടെ സ്റ്റോം വാട്ടർ ആണെങ്കിലും സാനിറ്ററി ആണെങ്കിലും ഒരുമിച്ച് നമ്മൾ കൊണ്ട് ഡിസ്പോസ് ചെയ്യിക്കുന്നതാണ് കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അത് എവിടെയാണ്, ഏത് കേസിലാണ് ഫേവറബിൾ ആയിട്ടുള്ളത്? അപ്പൊ പെട്ടെന്ന് ഒന്ന് രണ്ട് വായിക്കുമ്പോൾ ഒരേപോലെ ഒക്കെ തോന്നും. അപ്പൊ 4 ഓപ്ഷനും ക്ലിയർ ആയിട്ട് വായിച്ച് അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടൊരു ആൻസർ എടുക്കുക. The sewers are to be laid in rocks. The finances are limited. The topography is flat, necessitating deep excavation for combined sewers. The locality to be served has narrow streets. കമ്പൈൻഡ് സിസ്റ്റം പഠിച്ചപ്പോ പറഞ്ഞതാണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാല് നാരോ സ്ട്രീറ്റ്, സ്പേസ് ഇല്ലാതെ വരുന്ന കേസിൽ എന്തായാലും നമുക്ക് സെപ്പറേറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ഏത് പ്രിഫർ ചെയ്യുന്നത്? കമ്പൈൻഡ് സിസ്റ്റം പ്രിഫർ ചെയ്യുന്നത്. ദ ലൊക്കാലിറ്റി ടു ബി സെർവ്ഡ് ആസ് നാരോ സ്ട്രീറ്റ്സ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ബാക്കി എല്ലാം നമ്മളുടെ സെപ്പറേറ്റിനകത്ത് വരുന്ന ആൻസർ ആണ്. അപ്പൊ അതിനെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നോക്കിയാൽ എ സെപ്പറേറ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് സ്റ്റോം വാട്ടർ നമ്മളൊരു പൈപ്പിൽ കൂടെ ഒരു സീവറിൽ കൂടെ പാസ് ചെയ്യിക്കുന്നു. ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആയാലും സാനിറ്ററി സീവേജ് നമ്മൾ രണ്ടായിട്ട്, അപ്പൊ രണ്ടിലെ രണ്ട് പൈപ്പിലോട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്ത് ക്യാരി ചെയ്ത് ഡിസ്പോസ് ചെയ്യിക്കുന്നതിനെയാണ് സെപ്പറേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫേവറബിൾ വെൻ the sewers are to be laid in rocks, the finances are limited, and the topography is flat, necessitating deep excavation for combined sewers. So ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, all of these. Okay, അടുത്ത ക്വസ്റ്റ്യൻ, the sanitation system in which a small portion of storm water is allowed to enter in the sanitary sewage sewer and the remaining storm water flows in separate set of sewer is known as. ഒന്ന് ശ്രദ്ധിച്ചോണം, സാനിറ്ററി സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സീവേജിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. സ്റ്റോം വാട്ടർ ഫുള്ള് നമ്മൾ ഒരു പൈപ്പിലൂടെ വിടത്തില്ല, ഒരു പാർട്ട് മാത്രം നമ്മൾ ഒരു സീവറിലോട്ട് വിടും, ബാക്കി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് സെപ്പറേറ്റ് സിസ്റ്റം, കമ്പൈൻഡ് സിസ്റ്റം, പാർഷ്യലി സെപ്പറേറ്റ് ആൻഡ് പാർഷ്യലി കമ്പൈൻഡ്. ഇവിടെ രണ്ട് പാർഷ്യൽ, എന്നാലും സെപ്പറേറ്റ് അല്ല. സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫുള്ളി രണ്ട് ഡിഫറെന്റ് സീവേഴ്സിൽ കൂടെ പാസ് ചെയ്യിക്കുന്നതാണ് സെപ്പറേറ്റ്, രണ്ടും ഒരുമിച്ച് കൊടുക്കുന്നതാണ് കമ്പൈൻഡ്. അപ്പൊ അത് രണ്ടും ആൻസർ വരത്തില്ല. പിന്നെ വരാൻ ചാൻസ് പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം ആൻഡ് പാർഷ്യലി കമ്പൈൻഡ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നേരത്തെ ക്ലാസ്സിൽ എടുത്തില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് ഓപ്ഷൻ സി ആണ് കേട്ടോ. പാർഷ്യലി കമ്പൈൻഡ് എന്ന് നമ്മൾ പറയത്തില്ല, പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ 7 ആൻസർ, 2 ഒരെണ്ണം ഒരു സാനിറ്റേഷൻ, നമ്മുടെ സാനിറ്ററി സീവേജിന്റെ കൂടെ കുറച്ച് എമൗണ്ട് ഓഫ് സീവേജും കൂടെ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പോയിന്റ് ഒക്കെ അഡീഷണൽ ആയിട്ടുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ആൻസർ കമ്പൈൻഡ് അല്ല, പാർഷ്യലി സെപ്പറേറ്റഡ് സിസ്റ്റം. അപ്പൊ ഒരുപാട് പേര് കമ്പൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതൊന്ന് കറക്റ്റ് ചെയ്ത് പഠിക്കുക. പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം.
Okay, next one. The storm sewers are essentially required to. Storm sewer. എപ്പോഴാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, അല്ല അത്യാവശ്യമായിട്ട് വരുന്ന കേസ് ഏതാണ്? To avoid creation of unfavorable healthy condition, to improve the general appearance of the city, dispose of the first washing of early showers as quickly as possible, and last one, all of the above. Storm sewer എന്ന് പറഞ്ഞാല് റെയിൻ വാട്ടറിനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ആ ഒരു സീവർ അതിന് മാത്രം വേണ്ടി കൊടുക്കുന്ന ഏത് കേസിലാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ്. എല്ലാ കേസിലും നമ്മൾ ഈ പറഞ്ഞ എയും ബിയും സി എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ്. എല്ലാ കേസിലും നമ്മൾ സ്റ്റോം സീവേഴ്സ് പ്രിഫർ ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 9th one. The rate of accumulation of sludge in septic tank. സെപ്റ്റി ടാങ്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ്. ഏത് വാല്യൂ ഏത് ക്വസ്റ്റ്യൻ വേണേലും ഒരു ക്വസ്റ്റ്യൻ സെപ്റ്റി ടാങ്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ വേസ്റ്റ് വാട്ടർ എന്തായാലും സെപ്റ്റി ടാങ്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ കാണാറില്ല. നോക്കിയേ, ദ റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഓഫ് സ്ലഡ്ജ്, ഇതെല്ലാം കോഡൽ വാല്യൂസ് ആണ്, ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് 30 ലിറ്റർ പെർ പേഴ്സൺ പെർ ഇയർ, 25 ലിറ്റർ പെർ പേഴ്സൺ പെർ ഇയർ, 30 ലിറ്റർ പെർ പേഴ്സൺ പെർ മന്ത്, 25 liter per person per month. Okay, അപ്പൊ ഇതിന്റെ ആൻസർ കഴിഞ്ഞ എഴുതി തന്നെയാണ് നിങ്ങൾക്ക്. 30 ലിറ്റർ പെർ പേഴ്സൺ പെർ ഇയർ. ഇപ്പൊ ഇയർ ഇവിടെ രണ്ട് വാല്യൂ വന്നിട്ടുണ്ട്, ഇയറും മന്തും വന്നിട്ടുണ്ട്. അപ്പൊ മന്ത് അല്ല ഇയറിലെ കേസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ദ റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഓഫ് sludge in septic tank is 30 liter per person per year. അപ്പൊ ആൻസർ ഓപ്ഷൻ എ. Okay, next one. The internal diameter of the sewer should not be less than. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, the minimum diameter of sewer. രണ്ട് രീതി ക്വസ്റ്റ്യൻ വരാം. The internal diameter of the sewer should not be less than or minimum diameter. ഒരു സീവറിന്റെ നമ്മൾ മിനിമം ഡയമീറ്റർ എത്ര പ്രൊവൈഡ് ചെയ്യുന്നേ? 15, 25, 50 and 75. ഒരേ ആൾക്കാരാണ് എപ്പോഴും ആൻസർ ചെയ്യുന്നത്. ബാക്കിയുള്ളവരോടൊന്ന് ട്രൈ ചെയ്യുക, ട്രൈ ചെയ്യണം. നമ്മൾ ഏതൊരു കാര്യം ഉണ്ടല്ലോ ട്രൈ ചെയ്ത് നോക്കാം. തെറ്റി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആൻസറിലോട്ട് ഓർത്തെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. നമ്മൾ ഒന്ന് റിപ്ലൈ ചെയ്യാതിരിക്കുവാണെങ്കിൽ നമുക്കത് പഠിക്കാൻ പാടായിരിക്കും. അപ്പൊ മിനിമം സീവർ സൈസ്. അപ്പൊ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ വാല്യൂ 10 ആയിട്ട് കാണാം. ആ 10 അല്ല, നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് 15 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, 15 സെന്റിമീറ്റർ മിനിമം സൈസ് ഓഫ് ദ സീവർ. ഓക്കെ, അതിൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 15 സെന്റിമീറ്റർ. അപ്പൊ 10ന്റെ ആൻസർ ഓപ്ഷൻ എ. And 11th one. For house drainage and lateral connections we shall use. ഇത് അഡീഷണൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ ഹൗസ് ഡ്രെയിനേജിന്റെ കാര്യം പറഞ്ഞു. ഹൗസ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാല് ഒരു ഹൗസിൽ നിന്ന് നേരെ ഡിസ്പോസ് ചെയ്യിക്കുന്നേ. അത് നമ്മളൊരു പൈപ്പ് കൊടുക്കാറുണ്ട്. അത് അല്ലെങ്കിൽ ഇനി അവിടെ നമ്മൾ അടുത്ത പൈപ്പ് കൊടുക്കുന്ന പല പല ഹൗസിൽ നിന്നെല്ലാം കണക്ട് ചെയ്യുന്ന നമ്മള് ലാറ്ററൽ സീവർ എന്ന് പറയും. ഇവിടെ കൊടുക്കുന്ന പൈപ്പ് ഏത് മെറ്റീരിയലുകൾ ഉണ്ടാക്കിയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഹൗസ് സീവേഴ്സ് ഒക്കെ ആണെങ്കിൽ ജനറലി നമ്മൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സ്റ്റോൺ വെയർ സീവേഴ്സ് ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചോണേ. ഹൗസ് ഡ്രെയിനേജില് നമ്മൾ പ്രിഫർ ചെയ്യുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ വെയേഴ്സ് ആയിരിക്കും. കാസ്റ്റ് അയൺ ഒക്കെ പിന്നെ നമ്മൾ അങ്ങോട്ട് ബ്രാഞ്ച് സീവേഴ്സിലൊക്കെ കയറുമ്പോഴാണ് കോൺക്രീറ്റ് കാസ്റ്റ് അയൺസ് ഒക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഹൗസ് ഡ്രെയിനേജ് എന്ന് കണ്ടാല് ആൻസർ ഈ സ്റ്റോൺ വെയർ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റോൺ, ഈ ഒരു വൈറ്റ് കളറിൽ വരുന്നതാണ് സ്റ്റോൺ വെയർ സീവേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. പൈപ്പ് മെറ്റീരിയൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ, the egg-shaped sievers are generally used for. egg-shaped siever. ഒറ്റയടിക്ക് ആൻസർ എഴുതാൻ ശ്രമിക്കരുത്, ഒന്ന് വായിക്കുക. സെപ്പറേറ്റ് സിസ്റ്റം, കമ്പൈൻഡ് സിസ്റ്റം, പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം ആൻഡ് ഓൾ ഓഫ് ദീസ്. ഓക്കെ, എല്ലാവരുടെ ആൻസർ വരുന്നത് കമ്പൈൻഡ് സിസ്റ്റം ആണ്. ഓക്കെ, കമ്പൈൻഡ് സിസ്റ്റം കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഒരു ഓപ്ഷൻ കൂടെ കിടപ്പുണ്ട്, ഓൾ ഓഫ് ദീസ്.
നമുക്ക് എഗ് ഷേപ്ഡ് കമ്പൈൻഡിന് ഏതാന്ന് എടുത്തു ചോദിക്കുവാണെങ്കിൽ കമ്പൈൻഡ് സിസ്റ്റത്തിന് ഏത് ഷേപ്പാന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എഗ് ഷേപ്ഡ് ആയിരിക്കും. പക്ഷെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എഗ് ഷേപ്ഡ് സീവേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ എന്ന് ചോദിച്ചാല് സെപ്പറേറ്റ് സിസ്റ്റത്തിന് നമുക്ക് എഗ് ഷേപ്ഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, കമ്പൈൻഡിന് യൂസ് ചെയ്യാം, പാർഷ്യലി സെപ്പറേറ്റിന് യൂസ് ചെയ്യാം. ഇവിടെ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് ആൻസർ എന്ന് വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ ആൻസർ. ഓൾ ഓഫ് ദീസ് ഉള്ളത് കൊണ്ട് ഓൾ ഓഫ് ദീസ് ഇല്ല, വേറെ ഏതെങ്കിലും പേരാണെങ്കിൽ നമുക്ക് കമ്പൈൻഡ് സിസ്റ്റം പ്രിഫർ ചെയ്യാമായിരുന്നു. അതിനകത്ത് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് വരുന്ന ആൻസർ കമ്പൈൻഡ് സിസ്റ്റം ആണ്. ഇവിടെ ഓൾ ഓഫ് ദീസ് വരുന്നതുകൊണ്ട് എഗ് ഷേപ്ഡ് നമുക്ക് എല്ലാ കേസിനും പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ കമ്പൈൻഡ് ഏതെന്ന് ചോദിച്ചാൽ കമ്പൈൻഡിന് നമ്മൾ സർക്കുലർ കൊടുക്കത്തില്ല, എഗ് ഷേപ്ഡ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോണേ. ആൻസർ നിങ്ങൾക്ക് എല്ലാം ബി ആണ് വരുന്നത്. ബി വന്നതിന്റെ റീസൺ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇവിടെ ഓൾ ഓഫ് ദീസ് ഉള്ളത് കൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ദീസ് ആണ്. നിങ്ങൾ പഠിച്ച ആൻസർ തിരുത്തി പഠിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇങ്ങനൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാല് അവിടെ ഓൾ ഓഫ് ദീസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് പ്രിഫർ ചെയ്യാം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വൺ, ദ ക്രോസ് സെക്ഷണൽ റെക്കമെൻഡഡ് ഫോർ സെപ്പറേറ്റ് സിസ്റ്റം ഓഫ് സിവറേജ്. ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും. സെപ്പറേറ്റ് സിസ്റ്റത്തിന് ഏത് പ്രിഫർ ചെയ്യുന്നു ചോദിച്ചാൽ ഏതാ? സെപ്പറേറ്റ് സിസ്റ്റത്തിന് സർക്കുലർ, എഗ് ഷേപ്ഡ്, റെക്ടാങ്കുലർ, നൺ ഓഫ് ദീസ്. സെപ്പറേറ്റ് സിസ്റ്റത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഷേപ്പ് ഏതാ? നോർമലി നമ്മൾ പ്രിഫർ ചെയ്യാവുന്ന ഷേപ്പ് അല്ല, റെക്കമെൻഡ് ചെയ്യുന്ന ഷേപ്പ് ഈസ് എ, സർക്കുലർ. അപ്പൊ ഇതുപോലെ സെപ്പറേറ്റിന് പകരം ഇവിടെ കമ്പൈൻഡ് ആ ചോദിച്ചിരിക്കുന്നെങ്കിൽ എഗ് ഷേപ്ഡ് ആൻസർ വരുമായിരുന്നു. ഇവിടെ സെപ്പറേറ്റ് സിസ്റ്റത്തിനാണ്, സെപ്പറേറ്റ് സിസ്റ്റം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സർക്കുലർ ഷേപ്ഡ് സീവേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആൻ എഗ് ഷേപ്ഡ് ക്രോസ് സെക്ഷൻ ഓഫ് എ വാട്ടർ, ആക്ച്വലി വാട്ടർ carrier system ആണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. The egg-shaped cross section of a water carrier system is economical than circular cross section, is more stable than circular cross section, provides self-cleansing velocity in dry weather, and none of the above. Egg-shaped ന്റെ നമ്മൾ പ്രിഫർ ചെയ്യാനുള്ള റീസൺ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എക്കണോമിക്കൽ ദാൻ സർക്കുലർ. അപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാര്യം സർക്കുലറിനെക്കാളും കുറച്ചും കൂടി ചിലപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും എഗ് ഷേപ്ഡ്. രണ്ട് സർക്കുലറിനെ കമ്പൈൻ ചെയ്തിട്ടാണ് എഗ് ഷേപ്ഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ കറക്റ്റ് ആവത്തില്ല. ഇസ് മോർ സ്റ്റേബിൾ ദാൻ സർക്കുലർ സെക്ഷൻ. അങ്ങനെ നമ്മൾ സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എഗ് ഷേപ്ഡ് കൊടുത്തതേ ഉള്ളൂ. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ടു പ്രൊവൈഡ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ഇൻ ഡ്രൈ വെതർ. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, പ്രൊവൈഡ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി ഇൻ ഡ്രൈ വെതർ കണ്ടീഷൻ. കാര്യം ഡ്രൈ വെതറിന്റെ കേസിൽ നമുക്ക് അവിടെ വലിയ വാട്ടർ കാണത്തില്ല. അപ്പൊ ആ ഒരു സമയത്തും ആ ഒരു ഡെപ്പോസിറ്റ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ മെറ്റീരിയല് ബോട്ടത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യാതെ അവിടുന്ന് റിമൂവ് ആയി പോകണം. അപ്പൊ അതിനു വേണ്ടിയുള്ള വെലോസിറ്റിയാണ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യാൻ എഫിഷ്യന്റ് ആയ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് എഗ് ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ, 15th ക്വസ്റ്റ്യൻ, ഫോർ സീവേഴ്സ് ഓഫ് ഡയമീറ്റർ ലെസ് ദാൻ 600 mm, ദ ടൈപ്പ് ഓഫ് ജോയിൻ പ്രിഫേർഡ് ആസ്. ഇതും നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഫോർ സീവർ ദ ഡയമീറ്റർ ലെസ് ദാൻ 600 mm, 600 mm താഴെയുള്ള സീവേഴ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ പ്രിഫർ ചെയ്യുന്ന ജോയിന്റ് എന്ന് പറഞ്ഞാൽ, ജോയിന്റ് നമ്മൾ വാട്ടർ സപ്ലൈക്കകത്ത് പഠിച്ചതാണ്. അവിടെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ജോയിന്റ് ഈസ് കോളർ ജോയിന്റ്. കോളർ ജോയിന്റ് കൊടുക്കുന്നത് ഏത് കേസിലായിരുന്നു, ഏത് പൈപ്പിലായിരുന്നു കോളർ ജോയിന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നേ? കോളർ ജോയിന്റ് ഏത് പൈപ്പിലായിരുന്നു കൊടുക്കുന്നത്, ഏത് മെറ്റീരിയലിലായിരുന്നു? സ്പിഗോട്ട് ആൻഡ് സോക്കറ്റ് പറഞ്ഞു, കോളർ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓർമ്മയുണ്ടോ? കോളർ ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ RCC പൈപ്പ്, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് പൈപ്പ്സിലാണ് കോളർ ജോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റും കൂടെ പഠിക്കുക. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് നമ്മൾ കവർ ചെയ്തതാണ്. ഇവിടുത്തെ ആൻസർ ലെസ് ദാൻ 600 mm ആണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ജോയിന്റ് ഈസ് കോളർ ജോയിന്റ്. ആൻഡ് നെക്സ്റ്റ് വൺ, മാൻഹോൾസ് ആർ ജനറലി ലൊക്കേറ്റഡ്. ഒരുപാട് തവണ PSC ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ റിപ്പീറ്റഡ് ആണ്. മാൻഹോൾസ് ആർ ജനറലി ലൊക്കേറ്റഡ് at all changes of directions, at all changes of gradients,
at all junctions of main and branch sewers and all of these. Easy question ആണ്. Answer is all of these. നമ്മൾ പഠിക്കുമ്പോൾ സെന്റൻസ് ആയിട്ട് തന്നെ പഠിക്കുന്നത് എവിടെയൊക്കെ മാൻഹോൾ പ്രൊവൈഡ് ചെയ്യുന്ന, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നിടത്ത് പ്രൊവൈഡ് ചെയ്യും, എവിടൊക്കെയാണ് വേരിയേഷൻസ് വരുന്നത്, ഗ്രേഡിയന്റ് വേരിയേഷൻ വരുന്നിടത്ത് പ്രൊവൈഡ് ചെയ്യും, മെയിനിൽ നിന്ന് ബ്രാഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എല്ലാ കേസിലും നമ്മൾ മാൻഹോൾസ് പ്രിഫർ ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. For large sewer, the maximum distance between manhole should be. ഇതും repeated question ആണ്. For large sewers, the maximum distance between the manhole. Large diameter sewers ആണെങ്കിൽ രണ്ട് സീവർ തമ്മിൽ അല്ലെങ്കിൽ മാൻഹോൾസ് തമ്മിലുള്ള മാക്സിമം സ്പേസിംഗ് should be okay. ആൻസർ വരുന്നുണ്ട്. The answer should be 300 meter maximum. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ നോട്ട് എടുത്തിട്ട് ബാക്കി ഞാൻ ഒരു ചാർട്ട് ഒരു ടാബുലാർ കോളമായിട്ട് തന്നിട്ടുണ്ട്. പല ഡയമീറ്ററിലെ പല വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്, ഡെപ്ത് അനുസരിച്ച് വ്യത്യാസം തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ തിരിച്ചു നോക്കി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറിയും കൂടെ പഠിച്ചു പോവാം. അപ്പൊ അങ്ങനെ ആകുമ്പോ അങ്ങനെ ഷഫിൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയിൽ നിൽക്കും. എന്നും ഒരേ കാര്യം ഒരു ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലത് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഷഫിൾ ചെയ്ത് ഏറ്റവും നല്ലത് നല്ല മനസ്സിലോട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഷഫിൾ ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. The lower portion of a manhole is known as. മാൻഹോളിന്റെ ഏറ്റവും ബോട്ടം പോർഷൻ പറയുന്ന പേര് ആക്സസ് ഷാഫ്റ്റ്, ബേസ്, വർക്കിംഗ് ചേംബർ ആൻഡ് കവർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാൻഹോൾ, ഒരു മാൻഹോളിന്റെ ഏറ്റവും ലോവർ ചേംബറിന് പറയുന്ന പേര്. ഓപ്ഷനിൽ നമുക്ക് എടുത്ത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആക്സസ് ഷാഫ്റ്റ്, അങ്ങനല്ല, ആക്സസ് ഷാഫ്റ്റ് ഇതൊരു ഷാഫ്റ്റ് പോലെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ലോവർ പോയിന്റിനൊന്നും പറയുന്നതല്ല. ബേസ് അല്ല, ആക്ച്വലി അത് പറയുന്നത് ഈസ് വർക്കിംഗ് ചേംബർ ആണ് കേട്ടോ. 18ന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്, വർക്കിംഗ് ചേംബർ. ലോവർ പോർഷൻ ഓഫ് മാൻഹോൾ ഈസ് നോൺ ആസ് വർക്കിംഗ് ചേംബർ. കവർ ഒക്കെ ടോപ്പ് ആണ്. ബേസ് ആ ഒരു ഫ്ലോർ ലെവലിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് പോർഷന് പറയുന്ന പേര് വർക്കിംഗ് ചേംബർ. ഓക്കെ, അടുത്ത് ദ മിനിമം ഡയമീറ്റർ ഓഫ് മാൻഹോൾ കവർ. മാൻഹോൾ കവറിന്റെ മിനിമം ഡയമീറ്റർ. മാക്സിമം നമുക്ക് എത്ര വേണേലും കൊടുക്കാം, മാക്സിമം അല്ല മിനിമം ആണ് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു മാൻഹോൾ ഡയമീറ്റർ, മാൻഹോളിന്റെ മിനിമം ഡയമീറ്റർ. ഓപ്ഷനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻസർ ഓപ്ഷൻ ബി ആണ്, 50. എന്തായാലും 25 സെന്റിമീറ്റർ നമുക്ക് ഇറങ്ങാനും കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് മാൻഹോളിനകത്ത്. 50 ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഏറ്റവും മിനിമം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിനിമം ഒരു ചെറിയ വലിയ വണ്ണമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഇറങ്ങാനൊക്കെ പറ്റും. അപ്പൊ 75, 100 ഒക്കെ കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇവിടെ മിനിമം എടുത്ത് ചോദിച്ചുണ്ട്. അപ്പൊ ഏറ്റവും നമുക്ക് എന്തെങ്കിലും കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് മിനിമം കവർ ഈസ് 50 സെന്റിമീറ്റർ. അതൊരിക്കലും അതിൽ കുറയാൻ പാടില്ല. പിന്നെ മാൻഹോളിന്റെ ഫംഗ്ഷൻ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, 20th ക്വസ്റ്റ്യൻ. Manholes on sewer lines are provided for. ഇനി മാൻഹോൾസ് എന്തിനു വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? പീരിയോഡിക് ക്ലീനിങ്, പ്രൊവൈഡിങ് എയർ ഫോർ ഓക്സിഡേഷൻ, റിമൂവൽ ഓഫ് പാർട്ട് ഓഫ് സീവേജ് ആൻഡ് ഓൾ ഓഫ് ദീസ്. എല്ലാപ്പോ ഓൾ ഓഫ് ദീസ് കാണുമ്പോ അത് ആൻസർ ആണെന്ന് വിചാരിക്കരുത്. മാൻഹോൾ എന്ന് പറഞ്ഞാല് ഒന്ന് ആലോചിക്കുക. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇതിൽ നിന്ന് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് പീരിയോഡിക് ക്ലീനിങ്. മേ ബി ഓൾ ഓഫ് ദീസും വരാം, പക്ഷെ ഇവിടെ ഒരു ആൻസർ കീയിൽ വന്നിരിക്കുന്ന പീരിയോഡിക് ക്ലീനിങ് ആണ്. നമ്മുടെ ആക്ച്വൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ക്ലീനിങ് ആണ് മാൻഹോൾസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. എ ഡ്രോപ്പ് മാൻഹോൾ ഈസ് പ്രൊവൈഡഡ്. ഡ്രോപ്പ് മാൻഹോൾ ഏത് കേസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡ്രോപ്പ് മാൻഹോൾ
A branch drops from a sewer drops from a height. A branch sewer discharges into the main sewer at higher level, both A and B, and none of these. A sewer drops from a height. A branch sewer discharges into the main sewer at a higher level. But the correct answer option B ആണ് കേട്ടോ. A sewer drops from a height. അത് correct ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഹൈറ്റിൽ നിന്ന് വരുന്ന സീവർ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ബ്രാഞ്ച് സീവറും മെയിൻ സീവറും കൂടെ വരുന്ന ഒരു രണ്ട് ലെവൽ ഡിഫറൻസ് ഉള്ളിടത്താണ് നമ്മൾ ഡ്രോപ്പ് മാൻഹോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡ്രോപ്പ് മാൻഹോളിന്റെ ഡെഫിനിഷൻ തന്നെ അതാണ്. എ ബ്രാഞ്ച് സീവർ ഡിസ്ചാർജ് ഇൻടു ദ മെയിൻ സീവർ അറ്റ് എ ഹയർ ലെവൽ. ഇവിടെ ഒരു ബ്രാഞ്ച് സീവർ ഉണ്ട്, ഇവിടെ ഒരു മെയിൻ സീവർ ഉണ്ട്. അപ്പൊ അവിടെ ആ ഒരു കേസിലാണ് നമ്മൾ ഏത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡ്രോപ്പ് മാൻഹോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഓൾ ഓഫ് ദീസ് ഉള്ള ക്വസ്റ്റ്യൻസും ബോത്ത് എ ആൻഡ് ബി ഉള്ള ക്വസ്റ്റ്യൻസും ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ രണ്ടു തവണ വായിച്ചിട്ട് വേണം ആൻസർ എടുക്കാൻ വേണ്ടി. മിക്ക കേസിലും ബോത്ത് എ ആൻഡ് ബി വരുമ്പോ അതായിരിക്കും ആൻസർ വരുന്നത്. പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാല് നമുക്ക് എ എടുക്കാൻ പറ്റത്തില്ല. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ബ്രാഞ്ച് സീവറും മെയിൻ സീവറും തമ്മിലുള്ള ഒരു ലെവൽ ഡിഫറൻസ് വരുമ്പോഴാണ് നമ്മൾ അതിനെ രണ്ടിനും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രോപ്പ് മാൻഹോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് ദ ലെവൽ ഓഫ് ദ സീവർ ഇൻവേർട്ട്. ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം. സീവർ ഇൻവേർട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു സീവർ ഉണ്ടെങ്കിൽ ഒരു കുഴി ഒഴിച്ചാല് ഈ താഴത്തെ ഏറ്റവും ബോട്ടം പോയിന്റിന്റെ ലെവൽ കണ്ടുപിടിക്കാൻ, റിഡ്യൂസ് ലെവൽ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റിന്റെ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡംപി ലെവൽ, തിയോഡലൈറ്റ്, ബോണിംഗ് റോഡ്, all of these. കെമിക്കലുകാര് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഡംപി ലെവൽ അല്ല, നമ്മൾ ഡംപി ലെവൽ യൂസ് ചെയ്യാറില്ല. ലെവലിങ്ങിന് അത് നമ്മൾ ഗ്രൗണ്ട് ലെവലിലാണ് ഡംപി ലെവലും തിയോഡലൈറ്റ് എല്ലാം നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ബോണിംഗ് റോഡ് ആണ്. ബോണിംഗ് റോഡ് എന്താണെന്ന് കാണിച്ചു തരാം. നമ്മള് ഫൗണ്ടേഷന്റെ ഡെപ്ത് അല്ലെങ്കിൽ ഒരു താഴ്ചയുള്ള ഒരു ഭാഗത്തിന്റെ ലെവൽ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി, ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റിന്റെ പേരാണ് ബോണിംഗ് റോഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് ബോണിംഗ് റോഡ്. ഇതാണ് ബോണിംഗ് റോഡ്. ഇതൊരു ടി ഷേപ്പിലിരിക്കും. ഇപ്പൊ ഇത് കണ്ടോ, ഒരു ചെറിയൊരു താഴെ ഒരു ഡിപ്രഷൻ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ലെവൽ, ഈ ബോട്ടം ലെവൽ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റിനെയാണ് ബോണിംഗ് റോഡ് എന്ന് പറയുന്നത്. ഈ പേരൊന്ന് പഠിച്ചു വെച്ചാണ്. ഈ പേര് മിക്കവാറും സീവർ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു പേര് മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഫൗണ്ടേഷന്റെ ലോവർ ലെവൽ. അപ്പൊ ഇവിടെ ഫൗണ്ടേഷൻ ഒന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് അങ്ങനെ എടുത്ത് ചോദിക്കത്തില്ല. അപ്പൊ ബോട്ടം ഓഫ് ദ സീവറിന്റെ ലെവൽ, ഇൻവേർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ബോട്ടം പോയിന്റ് ആട്ടോ. ഇൻവേർട്ട് ലെവൽ തിരിച്ച് നമ്മൾ കണ്ടുപിടിക്കാം. The bowling road is a vertical wooden post fitted with a cross head. ഇതിന്റെ ടോപ്പിലെ കാര്യം പറയാണ്. Fitted with a cross head or T at the top and an iron shoe. Iron shoe എന്ന് പറയുമ്പോൾ താഴോട്ട് നമ്മൾ ഇറക്കാൻ വേണ്ടി ഒരു ചെറിയൊരു iron shoe പ്രൊവൈഡ് ചെയ്യും at its bottom. The bowling road is moved to and fro in the trench. ഇത് കുഴിക്കാൻ ട്രെഞ്ച് എന്ന് പറയുന്നത്. So as to obtain the invert line of the sewer on the prepared bed of the trench. അത്ര അറിഞ്ഞാൽ ഇത്ര അറിഞ്ഞിരിക്കുക. ബോണിംഗ് റോഡ് യൂസ് ചെയ്യുന്നത് സീവറിന്റെ ഇൻവേർട്ട് ലെവൽ കണ്ടുപിടിക്കാൻ. ലെവൽ, ആ ലെവൽ എന്ന പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതുപോലെ ഒന്ന് പഠിക്കുക. നമ്മളല്ലാതെ എല്ലാം കൂടെ നമുക്ക് ചിലപ്പോൾ കവർ ചെയ്ത് വിടാൻ പറ്റത്തില്ല. ഇതൊക്കെ അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. The equipment used for checking the level of the sewer invert is known as boning rod. Okay. Next, a good trap should. ട്രാപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യം. പി ട്രാപ്പ്, ക്യൂ ട്രാപ്പ്, എസ് ട്രാപ്പ് എന്ന കുറെ ട്രാപ്പിന്റെ പേരുകളെല്ലാം പഠിച്ചു. അപ്പൊ ആ ട്രാപ്പിന്റെ എന്താണ് ഒരു നല്ല ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്ത് പ്രോപ്പർട്ടി അതിനകത്ത് കാണാം, അല്ലെങ്കിൽ എന്തായിരിക്കണം അതിനകത്ത് കാണുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ 23 ആൻസർ ചെയ്തേ. നോട്ട് ഹാവ് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അല്ലെ സെൽഫ് ക്ലീനിങ് വെലോസിറ്റി പ്രോപ്പർട്ടി, റെസ്ട്രിക്ട് ദ ഫ്ലോ ഓഫ് വാട്ടർ, പ്രൊവൈഡ് ആൻ അഡിക്വേറ്റ് വാട്ടർ സീൽ അറ്റ് ഓൾ ടൈംസ്, ഓൾ ഓഫ് ദീസ്. അത് പെട്ടെന്ന് ഓൾ ഓഫ് ദീസ് കാണില്ലേ? ഓൾ ഓഫ് ദീസ് കാണാൻ എല്ലാം കറക്റ്റ് ആയിരിക്കില്ല. ഓൾ ഓഫ് ദീസ് ഇടാവുള്ളൂ. ചിലപ്പോ 2 or 3 കറക്റ്റ് ആണെന്നതിൽ ഓൾ ഓഫ് ദീസ് ഇടരുത്. ആദ്യം നമുക്ക് നോട്ട് ഹാവ് സെൽഫ് ക്ലെൻസിങ് പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല. സെൽഫ് ക്ലെൻസിങ് പ്രോപ്പർട്ടി ഉള്ളത് നല്ലതാണ്.
restrict the flow of water. Flow of water ne completely restrict. നമ്മൾ തിരിച്ച് ഫോർ സ്മെല്ലിനെ നമ്മൾ വെളിയിലോട്ട് വിടുന്നില്ല. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇറ്റ് പ്രൊവൈഡ് ആൻ അഡിക്വേറ്റ് വാട്ടർ സീൽ അറ്റ് ഓൾ ടൈംസ്. ഒരു ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രാപ്പ് ഇരുന്നാല് ഇതാണ് ട്രാപ്പ്. പി ട്രാപ്പോ പി ഷേപ്പിലോ ക്യൂ ഷേപ്പിലോ. അപ്പൊ ഇതിനകത്തൊരു വാട്ടർ സീൽ, ഒരു അഡിക്വേറ്റ് വാട്ടർ സീൽ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുക. ഒരു ഗുഡ് ട്രാപ്പ് ആണെങ്കിൽ എപ്പോഴും ഒരു വാട്ടർ സീൽ അതിനകത്ത് കാണണം. ഓക്കെ, അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ സി. A good trap should provide an adequate water seal at all times. And next one, ventilation of house drainage is required too. House drainage ventilation കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ചെയ്തേ. To relieve the pressure of fall gases, to dilute the fall air in the drain, reduce the obnoxious effect of fall air, and all of these. Ventilation കൊടുക്കുന്നേ. ഓക്കെ, ആൻസർ സി ആണ്. ഈ പറയുന്ന എല്ലാ കാര്യത്തിനും എല്ലാ പർപ്പസിനും വേണ്ടി നമ്മൾ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി അല്ല ഡി, ഓപ്ഷൻ ഡി. 24ന്റെ ആൻസർ ഓപ്ഷൻ ഡി. ആൻഡ് 25, in one pipe system of plumbing, one pipe system of plumbing. ഓർമ്മയുള്ളവരൊന്ന് ആൻസർ ചെയ്യുക. ഇല്ല ഞാൻ ഒന്നും കൂടെ 1 പൈപ്പ് 2 പൈപ്പ് ഒക്കെ എന്താന്ന് പറയാം. One pipe system of plumbing, only one pipe is provided. The main pipe is connected directly to the drainage system. All the traps are fully ventilated and connected to the ventilation pipe, and all of these. Only one pipe is provided. The main pipe is connected directly to the drainage system. All the traps are fully ventilated and connected to the ventilation pipe, and all of the above. ട്രൈ ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. 25. ഓക്കെ, ഞാൻ പറയാം. 25ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ എന്താന്ന് പറയാം. നമുക്ക് 1 പൈപ്പ് എന്താ, 2 പൈപ്പ് എന്താ, സിംഗിൾ സ്റ്റാക്ക് പൈപ്പ് എന്താ, ഈ 3 കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ 1 പൈപ്പ് അല്ലെ 2 പൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാല് നമുക്ക് 2 പൈപ്പ് ഉണ്ട്. ഇൻഡിപെൻഡന്റ് സ്റ്റാക്സ് ഫോർ സോയിൽ ആൻഡ് വേസ്റ്റ് വാട്ടർ വിത്ത് ആന്റി സൈഫണേജ് പൈപ്പ്. ഞാൻ 2 പൈപ്പ് സിസ്റ്റം കാണിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ, വിത്ത് ഫിഗർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, 2 പൈപ്പ് പേരിന്ന് തന്നെയുണ്ട്. 2 പൈപ്പ് നമ്മൾ കൊടുക്കണം. ഇൻ ദിസ് സിസ്റ്റം 2 sets of vertical pipes are laid. 2 set of vertical pipe ഉണ്ട്. 1 pipe is used for drainage, draining sunlight. ഒന്ന് നമ്മൾ സൺലൈറ്റിനെ ഡിസ്പോസ് ചെയ്യാനും വേറൊന്നിനെ നമ്മൾ എന്താ ഹ്യൂമൻ എക്സ്ക്രീറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ. രണ്ട് സെപ്പറേറ്റ് പൈപ്പ് നമ്മൾ വേസ്റ്റ് കൊണ്ട് അതിന്റെ ഗ്രൗണ്ട് ലെവൽ എത്തിക്കഴിഞ്ഞിട്ട് ആ രണ്ടും കൂടെ മിക്സ് ആവത്തുള്ളൂ. അതിന് അപ്പൊ 2 സെപ്പറേറ്റ് പൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ 2 പൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഓരോ പൈപ്പും both the pipes are ventilated separately by providing separate vent pipe or anti-siphonage pipe. This is the best system for the efficient conveyance of house waste. അപ്പൊ ഇത്രയേ ഉള്ളൂ. 2 പൈപ്പ് എന്ന് പറഞ്ഞാല് ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുണ്ടേ. 2 പൈപ്പ് സിസ്റ്റം. ഇവിടെ നമുക്ക് ഒരു വെന്റിലേറ്റിംഗ് പൈപ്പ് ഉണ്ട്, ഇവിടെ ഒരു വേസ്റ്റ് പൈപ്പ് ഉണ്ട്. ഈ വേസ്റ്റ് പൈപ്പ് എന്ന് പറഞ്ഞാല് ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റ്, വാഷ് ബേസിനിൽ നിന്നുള്ള വേസ്റ്റ്, കിച്ചണിൽ നിന്നുള്ള അങ്ങനെയുള്ള വേസ്റ്റുകൾ എല്ലാം കൊണ്ടുപോകുന്ന പൈപ്പാണ് വേസ്റ്റ് പൈപ്പ്. ഇനി ഇവിടെ ഒരു പൈപ്പ് കണ്ടല്ലോ, സോയിൽ പൈപ്പ്. ശ്രദ്ധിച്ചോണേ. അപ്പൊ സോയിൽ പൈപ്പ് എന്ന് പറഞ്ഞാല് ഹ്യൂമൻ എക്സ്ക്രീറ്റ ക്യാരി ചെയ്യുന്ന പൈപ്പിന് പറയുന്ന പേരാണ് സോയിൽ പൈപ്പ്. അപ്പൊ അതിന് വേണ്ടി 2 സെപ്പറേറ്റ് പൈപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ടൈപ്പ് ഓഫ് പ്ലംബിംഗ് ഈസ് നോൺ ആസ് 2 പൈപ്പ് സിസ്റ്റം. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് അറിഞ്ഞിരിക്കണ്ടേ, ഒരു വേസ്റ്റ് പൈപ്പ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ആ പൈപ്പിന്റെ അവിടുത്തെ വെന്റിലേഷൻ പർപ്പസിന് ഒരു വെന്റിലേറ്റിംഗ് പൈപ്പ് കൊടുക്കും. സോയിൽ പൈപ്പ് ഉണ്ടെങ്കിൽ ആ സോയിൽ പൈപ്പിനും വേറൊരു വെന്റിലേഷൻ പൈപ്പ് കൊടുക്കും. അപ്പൊ 2 പൈപ്പിനും സെപ്പറേറ്റ് വെന്റിലേറ്റിംഗ് പൈപ്പും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് 2. നമ്മൾ 4 പൈപ്പ് എന്നല്ല പറയുന്നത്. വേസ്റ്റ് ക്യാരി ചെയ്യുന്ന പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ 2 പൈപ്പ്. വെന്റിലേറ്റിംഗ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, പക്ഷെ അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിനകത്ത് നമുക്ക് ആന്റി സൈഫണേജ് പൈപ്പ് ഒക്കെ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് 2 പൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 1 പൈപ്പ് സിസ്റ്റം നോക്കിയേ. 1 പൈപ്പ്. അപ്പൊ 1 പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു പൈപ്പ് മാത്രമേ അവിടെ കാണത്തുള്ളൂ. ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്, വേസ്റ്റ് വാട്ടർ പൈപ്പ്.
ഓക്കെ, വേസ്റ്റ് വാട്ടർ പൈപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റ് ആയിക്കോട്ടെ, എല്ലാം കൂടെ നമ്മൾ ഒറ്റ പൈപ്പിൽ കൂടെ ക്യാരി ചെയ്യുന്നതിനെയാണ് വൺ പൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഈ വൺ പൈപ്പ് സിസ്റ്റം ആ പൈപ്പിന് സെപ്പറേറ്റ് ആയിട്ടൊരു വെന്റിലേറ്റിംഗ് പൈപ്പും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൺ പൈപ്പ് സിസ്റ്റം. In this system of plumbing, the waste connections from sink, baths, wash basins and the soil pipe which is connected directly to the drainage system. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്ത് ഡ്രെയിനേജ് സിസ്റ്റത്തിലോട്ട് വിടുന്നതിനെയാണ് വൺ പൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, വൺ പൈപ്പിലും വെന്റിലേറ്റിംഗ് പൈപ്പ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് ടു പൈപ്പ് എന്ന് പേര് പറയത്തില്ല. ക്യാരി ചെയ്യുന്ന വേസ്റ്റ് ക്യാരി ചെയ്യുന്ന എല്ലാം ഒറ്റ പൈപ്പിൽ കൂടെ ആയിരിക്കും. സോ ദിസ് ടൈപ്പ് ഓഫ് പൈപ്പ് ഈസ് നോൺ ആസ് വൺ പൈപ്പ് സിസ്റ്റം. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ വൺ പൈപ്പ് സിസ്റ്റം ഓഫ് പ്ലംബിംഗ്, ആൻസർ ചെയ്യാൻ നോക്കിയ ഓൺലി വൺ പൈപ്പ് ഈസ് പ്രൊവൈഡഡ്. The main pipe is connected directly to the drainage system. Okay, drainage സിസ്റ്റത്തിലോട്ടാണ് മെയിൻ പൈപ്പ് വിടുന്നത്. ഒരു മെയിൻ പൈപ്പ് മാത്രമേ ഉള്ളൂ. All the traps are fully ventilated and connected to the ventilation pipe. ട്രാപ്പ്, ബാക്കി ട്രാപ്പിന്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ട്രാപ്പ് എല്ലാം ഫുള്ളി വെന്റിലേറ്റഡ് ആയിരിക്കും, പിന്നെ അതൊരു വെന്റിലേഷൻ പൈപ്പിലോട്ട് കണക്ട് ചെയ്യും. സോ വൺ പൈപ്പ് സിസ്റ്റത്തിന്റെ ആൻസർ ഇവിടെ വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ വൺ പൈപ്പ് സിസ്റ്റം? കെമിക്കലുകാരുണ്ടെങ്കിൽ കെമിക്കലുകാർക്കെല്ലാം ക്ലിയർ ആണോ? വൺ പൈപ്പ്, സിംഗിൾ പൈപ്പ്, ഒറ്റ പൈപ്പേ ഉള്ളൂ, ബട്ട് അതിന് സെപ്പറേറ്റ് വെന്റിലേറ്റിംഗ് പൈപ്പ് കാണും. ഓക്കെ, ഇനി ആ സോയിൽ പൈപ്പും എല്ലാം കൂടെ നമ്മൾ ലാസ്റ്റിലോട്ട് കൊണ്ട് ഡ്രെയിനേജിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ട് ഒന്ന് രണ്ട് കാര്യം, ഒരു പൈപ്പ് കൂടെ ഉണ്ട് പറയാം, സിംഗിൾ സ്റ്റാക്ക്, അത് പറയാം. ഇപ്പൊ ഈ ഒരു ചാർട്ടിൽ എഴുതിയിരിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ആന്റി സൈഫണേജ് പൈപ്പിന്റെ പ്രൊവിഷനൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത് PSC ഈ ഫസ്റ്റ് ഗ്രേഡ് സിവിലുകാരുടെ ഫസ്റ്റ് ഗ്രേഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ക്വസ്റ്റ്യൻ അവർ ക്യാൻസൽ ആക്കി കളഞ്ഞു. പക്ഷെ ഇനിയും വേണം ചോദിക്കാൻ, ഇനി ക്യാൻസൽ ആവാതെ ഇരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് പഠിക്കാതിരിക്കല്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചതെന്ന് ഞാൻ പറയാം. അപ്പൊ നോക്കിയേ, ടു പൈപ്പ് സിസ്റ്റം ഇറ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് സ്റ്റാക്സ് ഫോർ സോയിൽ ആൻഡ്, സോയിലിന് വേറെ കൊടുക്കുന്നുണ്ട്, വേസ്റ്റ് വാട്ടറിന് വേറെ കൊടുക്കുന്നുണ്ട്, വിത്ത് ASP. ASP എന്ന് പറഞ്ഞാല് ആന്റി സൈഫണേജ് പൈപ്പും കൂടെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ആന്റി സൈഫണേജ് പൈപ്പ് ഏതി കൊടുക്കും? ടു പൈപ്പ് സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യും. ഇനി വൺ പൈപ്പ് സിസ്റ്റം ആണെങ്കിൽ കമ്പൈൻഡ് സ്റ്റാക്ക്, രണ്ടിനും കൂടെ ഒറ്റ പൈപ്പാണ് കൊടുക്കുന്നത് ഫോർ സോയിൽ ആൻഡ് വേസ്റ്റ് വാട്ടർ വിത്ത് ആന്റി സൈഫണേജ് പൈപ്പ്. ഇവിടെ ആന്റി സൈഫണേജ് പൈപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ടു പൈപ്പ് സിസ്റ്റത്തിൽ ആന്റി സൈഫണേജ് പൈപ്പ് കൊടുക്കുന്നുണ്ട്, വൺ പൈപ്പ് സിസ്റ്റത്തിനകത്തും ആന്റി സൈഫണേജ് പൈപ്പ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ടേർണാണ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാല് കമ്പൈൻഡ് സ്റ്റാക്ക് ഫോർ സോയിൽ ആൻഡ് വേസ്റ്റ് വാട്ടർ. ഇപ്പൊ ഈ വൺ പൈപ്പ് പോലെ തന്നെയാണ് സിംഗിൾ സ്റ്റാക്കും വരുന്നത്. കമ്പൈൻഡ് പ്രൊവിഷൻ ആണ് കൊടുക്കുന്നത്. കമ്പൈൻഡ് സ്റ്റാക്ക് ആണ് ഫോർ സോയിൽ ആൻഡ് വേസ്റ്റ് വാട്ടർ വിത്തൗട്ട് ആന്റി സൈഫണേജ് പൈപ്പ്. ഇതാണ് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്, വിത്തൗട്ട് ആന്റി സൈഫണേജ് പൈപ്പ്. അപ്പൊ ഫസ്റ്റ് ഗ്രേഡിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു, ആന്റി സൈഫണേജ് പ്രൊവൈഡ് ചെയ്യാത്ത പൈപ്പ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ ആന്റി സൈഫണേജ് പൈപ്പ് പ്രൊവൈഡ് ചെയ്യാത്ത ആ പൈപ്പിംഗ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. ആദ്യത്തെ കീ വന്നപ്പോ അത് ഓപ്ഷന് കറക്റ്റ് ആയിരുന്നു, പക്ഷെ രണ്ടാമത്തെ കേസിൽ അവരത് ഡിലീറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇനി ഈ വൺ പൈപ്പ് ഏകദേശം രണ്ടിന്റെ ഡെഫിനിഷൻ ഒന്നിച്ച് പിടിച്ചായിരിക്കും. പക്ഷെ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞ ഇതായിരുന്നു, രണ്ട് സെയിം കാര്യങ്ങളാണ്. പക്ഷെ ആന്റി സൈഫണേജ് പൈപ്പ് ഏതി പ്രൊവൈഡ് ചെയ്യത്തില്ല? സിംഗിൾ സ്റ്റാക്ക് പ്രൊവൈഡ് ചെയ്യത്തില്ല. പക്ഷെ വൺ പൈപ്പ് സിസ്റ്റത്തിനകത്ത് ആന്റി സൈഫണേജ് പൈപ്പ് പ്രൊവൈഡ് ചെയ്യും. ഇനി ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. പക്ഷെ ഇനിയും ചോദിച്ചാല് ഈ ഒരു ആൻസർ ആദ്യമേ നമ്മൾ എഴുതാണ്ട്, ക്യാൻസൽ ചെയ്യുമോ ഇല്ല അതൊക്കെ പിന്നത്തെ കാര്യം. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതേണ്ട ആൻസർ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. ക്ലിയർ ആണല്ലോ? ഈ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. ഇനി സിംഗിൾ സ്റ്റാക്ക് എന്താന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ കാര്യം തന്നെ, ഓൺലി വൺ പൈപ്പ് സിസ്റ്റം വിതൗട്ട് പ്രൊവൈഡിങ് എനി സെപ്പറേറ്റ് വെന്റിലേഷൻ പൈപ്പ്. അതുകൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം പറഞ്ഞ വൺ പൈപ്പിനകത്ത് നമ്മൾ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് വാട്ടർ എടുക്കാനും സോയിൽ വേസ്റ്റ് എടുക്കാനും, ബട്ട് സെപ്പറേറ്റ് വെന്റിലേറ്റിംഗ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ സിംഗിൾ സ്റ്റാക്കിനകത്ത് ഒറ്റ പൈപ്പിൽ തന്നെ ഇതെല്ലാം കൊടുക്കുകയും ചെയ്യും. വെന്റിലേഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ പ്രൊവൈഡ് ചെയ്യത്തുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറൻസ്. ഇറ്റ് ക്യാരീസ് ബോത്ത് സീവേജ് ആൻഡ് സള്ളേജ് വാട്ടർ. There is no vent pipe. It extended up to 2 meter to 3 meter higher the roof level and provide with cowl. Cowl എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേളി നമ്മൾ വെന്റിലേറ്റിംഗ് പൈപ്പിന്റെ ഇവിടെ ഇങ്ങനെ മേളി ഇരിക്കുമല്ലോ, ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ കൊടുത്തു. അപ്പൊ അതിന് പറയുന്നതാണ് ഈ ഒരു കോൾ ഫോർ കോൾ ഗ്യാസ്. ഓക്കെ,
അപ്പൊ 3 ടൈപ്പ് സിസ്റ്റം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1 പൈപ്പ്, 2 പൈപ്പ് ആൻഡ് സിംഗിൾ സ്റ്റാക്ക്. ഇത് സിംഗിൾ സ്റ്റാക്ക് ആണ്. ഇവിടെ നോക്കിയേ, ഇതിനകത്ത് ഏത് പൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല? വെന്റ് പൈപ്പ് ഇവിടെ കാണാൻ പറ്റത്തില്ല. ഇവിടെ വേസ്റ്റ് വാട്ടർ പൈപ്പും സോയിലിന് വാട്ടർ ക്ലോസറ്റിൽ നിന്നൊക്കെ വരുന്നത് ഇതിനകത്തൂടെ തന്നെ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ 1 പൈപ്പ് സിസ്റ്റം ഓഫ് പ്ലംബിംഗ് വേസ്റ്റ് വാട്ടർ ഈസ് ക്യാരിഡ് അവേ ഫ്രം. ആൻസർ ചെയ്തേ. 1 പൈപ്പ് സിസ്റ്റം വേസ്റ്റ് വാട്ടർ ഈസ് ക്യാരിഡ് അവേ ഫ്രം. വേസ്റ്റ് വാട്ടർ എവിടെ നിന്നൊക്കെയാ എടുക്കുന്നത്? ബാത്റൂംസ്, കിച്ചൺ, വാഷ് ബേസിൻ ആൻഡ് ഓൾ ഓഫ് ദീസ്. ഓക്കെ, സിമ്പിൾ ആണ്. ഓൾ ഓഫ് ദീസ്. ബാത്റൂമിൽ നിന്ന് വരുന്നതിന് നമ്മൾ ടോയ്ലറ്റ് ഇവിടെ തന്നിട്ടില്ല കേട്ടോ. അപ്പൊ അതാണെങ്കിൽ മാറിയേനെ. ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളത്തിനും വേസ്റ്റ് വാട്ടർ എന്ന് പറയും, കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ എന്ന് പറയും, വാഷ് ബേസിനുള്ള എല്ലാത്തിനും നമ്മൾ പറയുന്നതാണ് വേസ്റ്റ് വാട്ടർ. അപ്പൊ അതിന്റെ ആൻസർ ഓൾ ഓഫ് ദീസ് ആയിരുന്നു. അടുത്ത 27, ദ പൈപ്പ് ത്രൂ വിച്ച് ലിക്വിഡ് വേസ്റ്റ് ക്യാരിങ് ഹ്യൂമൻ എക്സ്ക്രീറ്റ ഫ്ലോസ്. ഇതിങ്ങനെ സെന്റൻസ് പറഞ്ഞാലേ ഇപ്പൊ ഒരുപാട് തവണ ഞാൻ അതിന്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ എക്സ്ക്രീറ്റ പോകുന്ന പൈപ്പിന് പറയുന്ന പേര് വേസ്റ്റ് പൈപ്പ് അല്ല, വെന്റ് പൈപ്പ് അതുമല്ല. അപ്പൊ ഓൾ ഓഫ് ദീസ് എന്തായാലും അല്ല. സോ കറക്റ്റ് ആൻസർ ഈസ് സോയിൽ പൈപ്പ്. ഓക്കെ, ഹ്യൂമൻ എക്സ്ക്രീറ്റ ക്യാരി ചെയ്യുന്ന പൈപ്പ് ഏതാന്ന് ചോദിച്ചാൽ സോയിൽ പൈപ്പ്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാം നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് നോട്ട് ഉണ്ട്. അപ്പൊ ആ നോട്ട് വെച്ച് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. Okay, next, a pipe used to carry discharge from sanitary fitting like bathroom, kitchen, etc. ഒരു പൈപ്പിന് പറയുന്ന പേര്. എവിടെ നിന്നൊക്കെ ഡിസ്ചാർജ് കളക്ട് ചെയ്യുന്ന? സാനിറ്ററി ഫിറ്റിംഗ്സ് ലൈക്ക് ബാത്റൂം, കിച്ചണിൽ നിന്നൊക്കെ വരുന്ന വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പിന്റെ പേര് വേസ്റ്റ് പൈപ്പ്, വെന്റ് പൈപ്പ്, സോയിൽ പൈപ്പ്, ആന്റി സൈഫണേജ് പൈപ്പ്. എളുപ്പമാണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, വേസ്റ്റ് പൈപ്പ്. ഇപ്പൊ തിരിച്ച് നമ്മളൊന്ന് പറഞ്ഞായിരുന്നു, വേസ്റ്റ് പൈപ്പിന്റെ പേര് വന്ന് ചോദിച്ചു ബാത്റൂം, കിച്ചണിൽ നിന്നൊക്കെ പറഞ്ഞു. ഇത് തിരിച്ചു ചോദിച്ചെന്നേ ഉള്ളൂ. ഇതിന്റെ ആൻസർ ഈസ് വേസ്റ്റ് പൈപ്പ്. 28ന്റെ ആൻസർ വേസ്റ്റ് പൈപ്പ്. 29, എ പൈപ്പ് ഇൻസ്റ്റാൾഡ് ഫോർ വെന്റിലേഷൻ പർപ്പസ്. സിമ്പിൾ ആണ്, പെട്ടെന്ന് ആൻസർ ചെയ്തോ. വെന്റിലേഷൻ പർപ്പസിന് കൊടുക്കുന്ന പൈപ്പിന്റെ പേര് വെന്റ് പൈപ്പ്. ഓക്കെ, വെന്റ് പൈപ്പ്. ആൻസർ ഈസ് ഓപ്ഷൻ സി. 29, answer option C. And 30, which of the following statement is wrong? Again wrong ആണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് നോക്കിയേ. The water closet should be such that the excreta do not stick to it. Wrong ആണ്. The trap prevents the entry of all gases. ഇതൊക്കെ correct ആണ്. Not sticks to it. It prevent the entry of all gases. അത് correct ആണ്. The trap should have self-cleansing velocity. Self-cleaning velocity, അതും correct ആണ്. Last option നോക്കിയേ. The water closet is provided for receiving garbage. Water closet എന്തായാലും garbage എടുക്കാനല്ല യൂസ് ചെയ്യുന്നത്. So the wrong one is option D. Wrong ആണ് ചോദിച്ചിരിക്കുന്നത്. Wrong ന്റെ answer is option D. 30, answer option D. Okay, 31. The anti-siphonage pipe is not required in. ഇതായിരുന്നു previous year question. Previous year തൊട്ട് മുമ്പ് ഇപ്പൊ ചോദിച്ച question. Anti-siphonage pipe is not required in 1 pipe, 2 pipe, single stack and none of these. Okay, ഇപ്പൊ എല്ലാവർക്കും അറിയാം. Answer is option C, single stack system. അതങ്ങ് പഠിച്ചോണം കേട്ടോ. 1 പൈപ്പിന്റെ കൂടെ നമ്മൾ ഇപ്പൊ ഇട്ട് കൺഫ്യൂസ് ആക്കണ്ട. നമ്മൾ അതിന്റെ ഡിഫറൻസ് കുറച്ച് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഈ പൈപ്പ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. 1 പൈപ്പ് എന്താ, 2 പൈപ്പ് എന്താ, ആൻഡ് സിംഗിൾ സ്റ്റാക്ക് എന്താ. ഇനി ഉണ്ട് എന്റെ ക്ലാസിഫിക്കേഷൻ, ഒത്തിരി നമ്മൾ കേറണ്ട. അടുത്ത മോസ്റ്റ് സ്യൂട്ടബിൾ എക്സ്ക്രീറ്റ ഡിസ്പോസൽ യൂണിറ്റ് ഫോർ ഹ്യൂമൻ എക്സ്ക്രീറ്റ. ഹ്യൂമൻ എക്സ്ക്രീറ്റ ഡിസ്പോസ് ചെയ്യുന്ന മോസ്റ്റ് സ്യൂട്ടബിൾ ഡിസ്പോസൽ മെത്തേഡ് പ്രിവി പിറ്റ്, cesspool, soak pit and none of these. Most suitable excreta disposal method ആണ്. 32. Soak pit,
അപ്പൊ നിങ്ങൾ സോക്ക് പിറ്റ് പറയാനുള്ള റീസൺ ബാക്കി രണ്ട് പേരും അങ്ങനെ കേട്ട് കാണത്തില്ല, അതുകൊണ്ടായിരിക്കും സോക്ക് പിറ്റ് പറഞ്ഞേ. ബട്ട് ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ പ്രിവി പിറ്റ് ആണ്. പ്രിവി പിറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കക്കൂസ് ഉണ്ടല്ലോ, അത് തന്നെ കേട്ടോ പ്രിവി പിറ്റ് അല്ലെങ്കിൽ പിറ്റ് ടോയ്ലറ്റ് എന്ന് പറയും. ഇറ്റ് മീൻസ് സെൽഫ് കണ്ടെയ്ൻഡ് വാട്ടർലെസ് ടോയ്ലറ്റ് യൂസ്ഡ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് നോൺ വാട്ടർ ക്യാരി ഹ്യൂമൻ എക്സ്ക്രീറ്റ. ഇതാണ് പ്രിവി പിറ്റ്. അപ്പൊ പ്രിവി പിറ്റ് ആണ് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്റ ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ് കൂടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ആൻസർ ആപ്റ്റ് ആയിട്ട് വരുന്നത് പിറ്റ് പ്രിവി എന്ന് പറയാം, പിവി പിറ്റ് എന്ന് പറയാം, രണ്ട് സെയിം സാധനങ്ങൾ തന്നെ കേട്ടോ. ഔട്ട്സൈഡ് ടോയ്ലറ്റ് അത്രേ ഉള്ളൂ, പണ്ടൊക്കെ കാലത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ്. ഓക്കെ. അപ്പൊ സെസ്പൂൾ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ട് ഡിസ്പോസൽ ആണ് സെസ്പിറ്റ്. അത് ചെറിയൊരു സെസ്പൂള്. നമ്മളിപ്പോ സെസ്പൂൾ ഒന്നും പ്രിഫർ ചെയ്യുന്നില്ല. ഇവിടുത്തെ ആൻസർ പ്രിവി പിറ്റ് ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് അഡീഷണൽ ആയിട്ട് ഒന്ന് നോട്ട് ചെയ്തോണേ. ക്വസ്റ്റ്യൻ നമ്പർ 32 മോസ്റ്റ് സ്യൂട്ടബിൾ എക്സ്ക്രീറ്റ്. അപ്പൊ ഇത് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത് അവിടെ നേരത്തെ എടുക്കാതിരുന്നത്. ഇത് ഈ സെയിം ഡെഫിനേഷനും കാര്യങ്ങളും മാത്രം പറഞ്ഞു പോയാൽ മതിയായിരുന്നു. അടുത്ത 33 ദ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ ഇൻ ദ ഫോം ഓഫ് ഇച്ചിരി സ്പീഡിൽ പോവാണ്. ദ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ ഇൻ ദ ഫോം ഓഫ് എ സർക്കുലർ ഓർ റെക്ടാങ്കുലർ ടാങ്ക് ഫോർ ദ പർപ്പസ് ഓഫ് അഡ്മിറ്റിംഗ് സീവേജ് ഇൻടു ഇറ്റ് ഫ്രം ദ ഇന്റർസെപ്റ്റിംഗ് ചേംബർ ഈസ് കോൾഡ്. ഇതൊരെണ്ണത്തിന്റെ ഡെഫിനിഷൻ അതുപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ ആണ്, ഏത് ഷേപ്പിലാവാം, സർക്കുലർ ആവാം, റെക്ടാങ്കുലർ ആവാം, ഫോർ ദ പർപ്പസ് ഓഫ് അഡ്മിറ്റിംഗ് സീവേജ് ഇൻടു ഇറ്റ്. അതിനകത്ത് സീവേജ് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ. ഓക്കെ. സെപ്റ്റിക് ടാങ്ക് ആണോ, സെസ്പൂൾ ആണോ, പ്രിവി പിറ്റ് ആണോ, സോക്ക് പിറ്റ് ആണോ? ഇതിന്റെ കറക്റ്റ് ആൻസർ ഈസ് സെസ്പൂൾ 3B കേട്ടോ. സെസ്പൂൾ കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കാതിരുന്നത്. അപ്പൊ ഈ സെസ്പൂളിന്റെ ഡെഫിനിഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സോക്ക് പിറ്റ് ഒക്കെ നമ്മൾ സർക്കുലർ ഷേപ്പിൽ അങ്ങനെ കൊടുക്കാറില്ല. അതാണ്ടേ ഇതാണ് സെസ്പൂൾ. അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ സീവേജ് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ ആണ് സെസ്പൂൾ. ഓക്കെ. അത് ആൻസർ അത് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ 34. The privy pit should be located at least dash from the well or other groundwater supply. അപ്പൊ പ്രിവി പിറ്റ് എന്താന്ന് കണ്ടു നിങ്ങൾ. ഒരു ഔട്ട്സൈഡ് ടോയ്ലറ്റ് ആണ് പ്രിവി പിറ്റ്. അപ്പൊ അതൊരു കേസ് നമ്മൾ കൊടുക്കാറുണ്ട്. പ്രിവി പിറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വോൾ ഒരു നമ്മുടെ അല്ലെങ്കിൽ വെല്ല് എന്നൊക്കെ ആണെങ്കിൽ അതിന്റെ അടുത്തൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പം അല്ലെങ്കിൽ ഒരു വാട്ടർ സപ്ലൈ സോഴ്സ് ഒക്കെ വരുന്നിടത്തുനിന്ന് ഒരു മിനിമം 3 മീറ്റർ ഡിസ്റ്റൻസ് മാറി വേണം നമ്മൾ പ്രിവി പിറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി. ഇവിടുത്തെ ആൻസർ 3 മീറ്റർ. കാര്യം 10 മീറ്റർ ഒന്നും നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല. ചില സ്ഥലങ്ങളൊക്കെ കുറവുള്ള വീടുകളൊക്കെ കാണും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് 10 മീറ്റർ വെല്ലി എന്നൊക്കെ എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ 10 മീറ്റർ പോലും കാണത്തില്ല. അപ്പൊ ഒരു മിനിമം ഒരു 3 മീറ്റർ ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ വേണം. അല്ലെങ്കിൽ പിന്നെ ആ ഒരു വെല്ലിന്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ആൻസർ നിങ്ങൾ പഠിക്കുക കേട്ടോ. 3 മീറ്ററിൽ മിനിമം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം വെല്ലിൽ നിന്നും പ്രിവി പിറ്റിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ. അടുത്ത 35th A septic tank is a. But ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെപ്റ്റിക് ടാങ്ക് എന്താണ്? സെഡിമെന്റേഷൻ ടാങ്ക് ആണോ, ഡൈജഷൻ ടാങ്ക് ആണോ, കോമ്പിനേഷൻ ഓഫ് സെഡിമെന്റേഷൻ ആൻഡ് ഡൈജഷൻ ആണോ, ആൻഡ് എയറേഷൻ ടാങ്ക്? ഓക്കെ. നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് തന്നെ പഠിച്ചാണ് സെപ്റ്റിക് ടാങ്കിന്റെ പ്രത്യേകത. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ നടക്കും. ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെഡിമെന്റേഷൻ ആൻഡ് ഡൈജഷൻ ആണ് സെപ്റ്റിക് ടാങ്ക്. അപ്പൊ സെപ്റ്റിക് ടാങ്കിന് ആൻസർ അതിന്റെ ഡെഫിനിഷനിൽ നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ സി. ആൻഡ് 36th question, the effluent from the septic tank are discharged into. ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആൻസർ ഇതാണ്. സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള എഫ്ലുവന്റ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേര് 36 ഓപ്ഷൻ എ സോക്ക് പിറ്റ്. അപ്പൊ സെപ്റ്റിക് ടാങ്കിന്റെ കൂടെ കൊടുക്കുന്നതാണ് സോക്ക് പിറ്റ്. ആ പ്രിവി പിറ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. സെസ്പൂൾ എന്താണെന്നോ അതിന്റെ ആ രീതിയിൽ തന്നെ അങ്ങ് പഠിക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു സെന്റൻസ് സെസ്പൂൾ അതുപോലെ അങ്ങ് പഠിക്കുക. അപ്പം സെപ്റ്റിക് ടാങ്കിന്റെ കൂടെ വരുന്നതാണ് സോക്ക് പിറ്റ്. ഓക്സിഡേഷൻ പോണ്ട് ഡ്രെയിനേജും സീവർ ഒന്നും നമ്മൾ ഇത് എടുക്കത്തില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ
The equipment used for removing paper and rag from the sewer. സീവറിൽ നിന്നും എക്യുപ്മെന്റ് യൂസ് പേപ്പേഴ്സ് ആൻഡ് റാക്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്. ദ ആൻസർ ഈസ് ക്ലോ. ക്ലോ കേട്ടോ, ചെറിയൊരു ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്ലോ. അപ്പൊ സീവറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്ലോ. ആൻഡ് 38 ഒക്കെ അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. 38 the equipment used for cleaning the sewers easily is called. അപ്പൊ രണ്ട് ചെറിയൊരു ഡിഫറൻസ് രണ്ട് ക്വസ്റ്റ്യനും ഉണ്ട്. ഒന്ന് ആ പേപ്പറും റാക്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ ക്ലോസ് ആണ് അവിടെ, ക്ലോയാണ് ആൻസർ വരുന്നത്. ജനറലി നമ്മള് എടുത്തു പറയുന്നില്ല, ഇന്ന മെറ്റീരിയൽ റിമൂവ് ചെയ്തെന്ന് പറയുന്നില്ല. എക്യുപ്മെന്റ് യൂസ് ഫോർ ക്ലീനിങ് ദ സീവർ ഈസിലി, ഈ സീവർ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ഏതാന്ന് ചോദിച്ചാല് ദ ആൻസർ ഈസ് സ്ക്രാപ്പർ. ഓക്കെ, ഇവിടെ 38 ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത 39 ലാൻഡ് ഡിസ്പോസൽ ഓഫ് സീവേജ് വിൽ ബി ഫേവറബിൾ വെയർ. ഡിസ്പോസൽ ഓഫ് സീവേജ് ഓൺ ലാൻഡ് നമ്മൾ പഠിച്ചാണ്. ലാൻഡ് ഡിസ്പോസൽ ഓഫ് സീവേജ് ഫേവറബിൾ വെയർ ദ റിവർ റൺ ഡ്രൈ ഓർ ഹാവ് എ സ്മോൾ ഫ്ലോ ഡ്യൂറിങ് സമ്മർ. അപ്പൊ ഏത് കേസിലാണ് ലാൻഡ് ഡിസ്പോസൽ പ്രിഫർ ചെയ്യുന്നത്? എന്തായാലും വാട്ടറിലോട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്തൊരു കേസിലായിരിക്കും നമ്മൾ ലാൻഡ് ഡിസ്പോസൽ നടക്കുന്നത്. റെയിൻഫോൾ ഈസ് വെരി ഹൈ, റെയിൻഫോൾ ഹൈ ആവുകയാണെങ്കിൽ നമുക്ക് നല്ല വെള്ളം കിട്ടും, അപ്പൊ നമ്മൾ ലാൻഡ് ഡിസ്പോസൽ പ്രിഫർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഇത് ആൻസർ തെറ്റാണ്. ക്ലൈമറ്റ് ഈസ് വെറ്റ്, വെറ്റ് ക്ലൈമറ്റ് ആണെങ്കിൽ എന്താ ലാൻഡ് ഡിസ്പോസൽ അല്ല, നമ്മൾ റിവറിലോട്ട് വാട്ടർ ഡിസ്പോസൽ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് രണ്ടും അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസും ഇല്ല. അപ്പൊ ആൻസർ കറക്റ്റ് ഓപ്ഷൻ എ ആയിരിക്കും. ഡ്രൈ കണ്ടീഷനിങ്, വെള്ളം നമുക്ക് കിട്ടാത്ത കേസിലാണ് നമ്മൾ ഏത് അഡോപ്റ്റ് ചെയ്യുന്നത്? ലാൻഡ് ഡിസ്പോസൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 39 ആൻസർ ഓപ്ഷൻ എ ആണ്. ദ റിവർ റൺ ഡ്രൈ ഓർ ഹാവ് സ്മോൾ ഫ്ലോ ഡ്യൂറിങ് സമ്മർ. ആൻഡ് 40th one disposal by dilution will be suitable where. ഡൈലൂഷൻ പ്രിഫർ ചെയ്യുന്നതാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. there are strong forward currents, there is no back currents. നല്ല ഫ്ലോ ഉള്ള കേസിലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. the sewage arriving at outfall point is fresh and non septic. outfall നിന്ന് വരുന്നത് നോൺ സെപ്റ്റിക് ആണെങ്കിൽ നമുക്ക് റിവറിലോട്ട് ഡിസ്പോസ് ചെയ്യാം, അല്ലെ ഡൈലൂഷൻ പ്രിഫർ ചെയ്യാം. ഫോർവേഡ് കറന്റ് നല്ല ഹൈ ഫ്ലോ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രിഫർ ചെയ്യാം? ഡൈലൂഷൻ പ്രിഫർ ചെയ്യാം. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആയിട്ട്. എല്ലാ കേസിലും ഈ പറയുന്ന കേസസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. ഡിസ്പോസൽ ബൈ ഡൈലൂഷൻ മെത്തേഡ്. അടുത്ത ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ഓഫ് sewage treatment. The activated sludge process of sewage treatment. It requires small area for construction of whole unit, requires smaller water head for the operation than trickling filter, has high efficiency, and option D all of these. Okay, ividuthe answer all of the above aanu. Activated sludge process ചെറിയ യൂണിറ്റ് മതി, require small area for the construction of whole unit. trickling filter കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഭയങ്കര ലാർജ് ഏരിയയുടെ ആവശ്യമുണ്ട് trickling filterന്, അപ്പൊ അതായിരിക്കത്തില്ല. പിന്നെ require small water head for the operation. അപ്പൊ ഓപ്പറേഷൻ ഹെഡ് വാട്ടർ ഹെഡ് കുറച്ച് മതി ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്. അപ്പൊ A കറക്റ്റ് ആണ്, B കറക്റ്റ് ആണ്. എഫിഷ്യൻസി കൂടുതലാണ് കാരണം എയറേറ്റഡ് ആണ് മെത്തേഡ് നമ്മൾ കൊടുക്കുന്നത്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. The 42 question 42ാമത്തെ ക്വസ്റ്റ്യനൊക്കെ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് ഈസ് മെയിൻലി ഡൺ ഇൻ ഓർഡർ ടു. എന്തിനു വേണ്ടിയാണ് സ്ലഡ്ജ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് സ്ലഡ്ജ് പോവും, അതിനായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്ലഡ്ജ് ട്രീറ്റ് ചെയ്യുന്നത്? സ്റ്റെബിലൈസ് ദ ഓർഗാനിക് മാറ്റർ. ഓക്കെ, അത് ശരിയാണ്. ഡിസ്ട്രോയ് ദ പാതോജനിക് ബാക്ടീരിയ, അതും കറക്റ്റ് ആണ്. റിഡ്യൂസ് ദ വാട്ടർ കണ്ടന്റ്, അതും കറക്റ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് all of these. Okay, 42 answer all of these.
വാട്ടർ കണ്ടന്റ് കുറയ്ക്കും, ഇത് കറക്റ്റ് ആണ്. അതിന്റെ കൂടെ ഈ കാര്യങ്ങളും കൂടെ നടക്കും കേട്ടോ. ഓർഗാനിക് മാറ്റേഴ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാം, പാതോജനിക് ബാക്ടീരിയാസ് നമുക്ക് കംപ്ലീറ്റ്ലി അവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഈ സ്ലഡ്ജ് ട്രീറ്റ്മെന്റിനകത്ത്, കംപ്ലീറ്റ് ട്രീറ്റ്മെന്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അടുത്ത ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് റിട്ടേൺ ആയിട്ട് പോകുന്ന ആ ഒരു സ്ലഡ്ജിനെയാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് പ്രത്യേകത, സ്ലഡ്ജിന്റെ പ്രത്യേകതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് കണ്ടൈൻ ഫെർട്ടിലൈസിംഗ് കോൺസ്റ്റുവൻസ്, ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ഡിഗ്രി ഓഫ് എയറേഷൻ, ഇറ്റ് ഇൻഡിക്കേറ്റ് ഹൈ വാട്ടർ കണ്ടന്റ് ആൻഡ് ഓൾ ഓഫ് ദീസ്. രണ്ടുപേരോട് ഒന്ന് ആൻസർ ചെയ്തേ. 43 ഈസ് ഓക്കെ. നമ്മൾ പറഞ്ഞ ആക്ടിവേറ്റഡ് സ്ലഡ്ജ്, ആ സ്ലഡ്ജിനകത്ത് ഹൈ ഫെർട്ടിലൈസിംഗ് കോൺസ്റ്റുവൻസ് ഉണ്ട്. ഇത് കറക്റ്റ് ആണ്, തെറ്റല്ല അത് കേട്ടോ. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ഡിഗ്രി. അപ്പൊ എത്രമാത്രം സ്ലഡ്ജ് ഇവിടുന്ന് ഉണ്ട്, അപ്പൊ അതിനകത്തുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക്, അല്ലെങ്കിൽ എത്രമാത്രം എയറേഷൻ അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാതെ നമുക്ക് മനസ്സിലാക്കാം. ഇൻഡിക്കേറ്റ് ദ ഡിഗ്രി ഓഫ് എയറേഷൻ കറക്റ്റ് ആണ്. ഇൻഡിക്കേറ്റ് ഹൈ വാട്ടർ കണ്ടന്റ്, അതിൽ നിന്ന് വരുന്നതിനകത്ത് ഒരുപാട് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. അതിനെയാണ് പിന്നെ നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ കേട്ടോ, ഒരു 6-7 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് നിർത്താം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. നേരത്തെ ഒക്കെ റോങ് ആയിരുന്നു, ഇവിടെ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്തേ. Sewage, if not treated, will create healthy condition. വായിച്ചാൽ തന്നെ അറിയാം തെറ്റാണ്. healthy condition treat ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യത്തില്ല. Secondary treatment of sewage works on hydraulic separation principle. Secondary treatment of sewage hydraulic separation principle ഒന്നും അല്ല നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന എയറേഷൻ അല്ലെങ്കിൽ aerobic anaerobic അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. Primary clarifiers are to the sedimentation tank located just after the grit chamber. And last one, trickling filter. Trickling filter is different from percolating filter. Trickling filter is different from percolating filter. Percolating filter എന്താ നിങ്ങൾക്ക് അറിയത്തില്ല, percolating ഒന്നുമില്ല, താഴെ പോകുന്നു. ട്രിക്ലിംഗ് അത് ഡിഫറെന്റ് ഒന്നും അല്ല, സെയിം ഒക്കെ തന്നെയാണ്. ഇവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഓപ്ഷൻ സി. കുറെ പേര് ചെയ്ത് ആൻസർ പറയുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താ ആദ്യത്തെ എന്തായാലും റോങ് ആണ്. സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഇതും റോങ് ആണ്. പ്രൈമറി ക്ലാരിഫയേഴ്സ് ആർ ടു ദ സെഡിമെന്റേഷൻ ടാങ്ക് ലൊക്കേറ്റഡ് ജസ്റ്റ് ആഫ്റ്റർ ചേംബർ കഴിഞ്ഞ് പിന്നെ കൊടുക്കുന്ന ചേംബർ ആണ് പ്രൈമറി ക്ലാരിഫയർ. അപ്പൊ അത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത നെക്സ്റ്റ് 45th ക്വസ്റ്റ്യൻ. ദ സീവേജ് ഈസ് ട്രീറ്റഡ് ബൈ എയറോബിക് ബാക്ടീരിയ ആക്ഷൻ ഇൻ. എയറോബിക് ആക്ഷൻ കൊടുക്കുന്ന ഏതാണ്? സെറ്റിലിംഗ് ടാങ്ക്, ട്രിക്ലിംഗ് ഫിൽറ്റർ, ഓക്സിഡേഷൻ pond and all of these. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. സെറ്റിലിംഗ് ടാങ്ക്, സെഡിമെന്റേഷൻ ടാങ്ക്, അത് നമുക്ക് എയറോബിക് ബാക്ടീരിയ ആക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അവിടെ അനീറോബിക് കണ്ടീഷൻ ഒന്നും അല്ല, ഇത് കറക്റ്റ് ആണ്. ട്രിക്ലിംഗ് ഫിൽറ്റർ എയറോബിക് ആണ്, ഓക്സിഡേഷൻ പോണ്ട് എയറോബിക് ആണ്. അപ്പൊ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ്. മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ നോട്ട് തരുമ്പോ. അടുത്ത 46. ബയോളജിക്കൽ ആക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ. ബയോളജിക്കൽ ആക്ഷൻ ഏത് ട്രീറ്റ്മെന്റിലാണ് യൂസ് ചെയ്യുന്നത്? സ്ക്രീൻസിലാണോ, സെഡിമെന്റേഷൻ ടാങ്ക്സിലാണോ, ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിലാണോ, ഓൾ ഓഫ് ദീസിലാണോ? ബയോളജിക്കൽ റിയാക്ഷൻ. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. 46 ബയോളജിക്കൽ ആക്ഷൻ ഈസ് ഇൻ ട്രിക്ലിംഗ് ഫിൽറ്റർ. ബാക്കിയില്ലാത്ത ബയോളജിക്കൽ ആക്ഷൻ ഒന്നും അല്ല നടക്കുന്നത്. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ സി, ട്രിക്ലിംഗ് ഫിൽറ്റർ. അടുത്ത ഗ്രിറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം സീവേജ് ബിഫോർ. ഗ്രിറ്റ് റിമൂവ് ചെയ്യുന്ന എപ്പോഴാന്നാ ചോദിച്ചിരിക്കുന്നത്? The disposal in dilution water.
and they are lifting by means of pump, etc. The settling of sewage in sedimentation tank, all of the above. (47) Okay, 47. D answer correct ആണ്. The disposal in dilution water. കറക്റ്റ് ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് സി കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. സിയും ഡിയും എടുക്കാം. ഓക്കെ, ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഡി ഒന്ന് നോട്ട് ചെയ്യുക. ഞാൻ ഒന്നും കൂടെ ഒന്ന് റെഫർ ചെയ്തിട്ട് കറക്റ്റ് ആൻസർ വേറെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഡി നോട്ട് ചെയ്തേരെ. സിയും ഓക്കെ ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് കീഴിൽ മാറ്റി തരാവേ. കറക്റ്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പ്രിഫർ ചെയ്യുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചതിനകത്ത് അവരെടുത്ത കീ ഏതാണെന്ന് നോക്കിയിട്ട് പറയാവേ. ഓക്കെ, അടുത്ത 48. ഗ്രിഡ് ചേമ്പേഴ്സ് ഓഫ് എ സീവേജ് പ്ലാന്റ് ആർ യൂഷ്വലി ചേഞ്ച്ഡ് ആഫ്റ്റർ. ഗ്രിഡ് ചേമ്പർ ഓഫ് സീവേജ് പ്ലാന്റ്. അപ്പൊ ഗ്രിഡ് ചേമ്പർ അതിനകത്തുള്ള ഗ്രിഡ് ചേഞ്ച് ചെയ്യുന്നത് യൂഷ്വലി ചേഞ്ച്ഡ് ആഫ്റ്റർ. ഇവിടുത്തെ ആൻസർ 48ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 2 weeks. അതങ്ങനെ പഠിച്ചോണേ. ഗ്രിഡ് ചേമ്പേഴ്സ് ഓഫ് എ സീവേജ് പ്ലാന്റ് ആർ യൂഷ്വലി ചേഞ്ച്ഡ് ആഫ്റ്റർ 2 weeks. ഓക്കെ, 2-3 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ഇൻ ഹൈ റേറ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് ബാക്ടീരിയ ആർ റിമൂവ്ഡ് ഫ്രം. ഹൈ റേറ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് ബാക്ടീരിയ റിമൂവ്ഡ്. അപ്പൊ നല്ല ഹൈ റേറ്റ് എടുത്ത് പറഞ്ഞത് കൊണ്ട് റീസർക്കുലേഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്. സോ കറക്റ്റ് ആൻസർ വരുന്നത് നല്ല റിമൂവൽ എഫിഷ്യൻസി അവിടെ കാണും. 49ന്റെ ആൻസർ ഡി. 80 to 95% ഓഫ് ബാക്ടീരിയ റിമൂവൽ എഫിഷ്യൻസി ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, 49ന്റെ ആൻസർ ഓപ്ഷൻ ഡി. And 50. In primary settling tank, suspended solids are reduced from. പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിനകത്ത് സസ്പെൻഡഡ് സോളിഡ്സിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് സസ്പെൻഡഡ് സോളിഡ്സ് ഒന്നും അവിടെ നിന്ന് റിമൂവ് ആവത്തില്ല. അറൌണ്ട് 40 to 70, മാക്സിമം 70 ആണ് പറയുന്നത്. അപ്പൊ 70 to 90 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇവിടെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിനകത്ത് അല്ലെ സെറ്റിലിംഗ് ടാങ്കിനകത്ത് സസ്പെൻഡഡ് സോളിഡിന്റെ റിമൂവൽ ഈസ് 40 to 70%. 50 ആൻസർ ഓപ്ഷൻ സി. 51. The secondary treatment of sewage is carried out by the use of. Secondary treatment of sewage carried out by the use of streams, grid chamber, trickling filter and chlorinators. ഇത് നിങ്ങൾക്ക് പറയാം കേട്ടോ ആൻസർ. 51 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ട്രിക്ലിംഗ് ഫിൽറ്റർ സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സ്ട്രീംസും ഗ്രിഡ് ചേമ്പറും ഒക്കെ വരുന്നത് പ്രൈമറി ട്രീറ്റ്മെന്റിനകത്താണ്. ക്ലോറിനേറ്റേഴ്സ് നമ്മൾ സാധാരണ എഴുതി കൊടുക്കാറില്ല. വേസ്റ്റ് വാട്ടർ സീവേജ് ട്രീറ്റ്മെന്റ് ക്ലോറിൻ നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറില്ല. ഡിസ്ഇൻഫെക്ഷന്റെ വലിയ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക്. ഓക്കെ, നമ്മളൊന്നും കൂടെ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 40 to 70. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി ബാക്കിയുള്ള ഇപ്പം നമ്മൾ എടുക്കാതെ കുറെ പോർഷൻസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോട്ട് തന്നിരിക്കുന്നത് വെച്ചാൽ അപ്പൊ നോട്ട് അതുപോലെ ഞാൻ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാത്തതാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് വായിച്ച് വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.